മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PSU ബാങ്ക്. എന്നാൽ ഒരുപക്ഷെ മാധ്യമശ്രദ്ധ അധികം പിടിച്ചുപറ്റാത്ത 100 വർഷത്തോളമായി ഇന്ത്യൻ ജനതയ്ക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന ഒരു ബാങ്ക്. ഗ്രാമീണ അർദ്ധനഗര മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് 4556ഓളം ബ്രാഞ്ചുകൾ ഇന്ത്യയിലുടനീളം സ്ഥാപിച്ച ഈ ബാങ്കിന്റെ ഓഹരികൾ കാലക്രമേണ കനത്ത ഇടിവിലേക്ക് പോയി. ഇന്ന് വിപണിയിൽ 40 രൂപയ്ക്ക് താഴെ മാത്രം വാങ്ങാൻ സാധിക്കുന്ന ഓഹരിയുടെ വാല്യുവേഷൻ SBI ഓഹരിയേക്കാൾ കുറവാണ് എന്നതാണ് പ്രത്യേകത. ഈ പൊതുമേഖലാ ബാങ്കിന്റെ നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാം. വെൽക്കം ടു നോ യുവർ കമ്പനി. ഇന്ത്യയുടെ ആദ്യത്തെ സ്വദേശി വാണിജ്യ ബാങ്ക് എന്നറിയപ്പെടുന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 1911 ഇന്ത്യയുടെ ഗ്രാമീണ അർദ്ധനഗര മേഖലകളിൽ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് സെൻട്രൽ ബാങ്ക് സ്ഥാപിക്കുന്നത്. സർ സൊറാബ്ജി പൊച്ച്കാനവാലയുടെ നേതൃത്വത്തിലാണ് ബാങ്ക് സ്ഥാപിച്ചത്. ഇന്ത്യക്കാർ തന്നെ സ്ഥാപിക്കുന്ന ഇന്ത്യക്കാരുടെ ബാങ്ക് എന്ന രീതിയിൽ സർ സൊറാബ്ജിയുടെ സ്വപ്നമായിരുന്നു ബാങ്ക്. ബാങ്കിന്റെ ചെയർമാൻ സർ ഫിറോസ് ഷാ മേത്തയായിരുന്നു. 1918 ആയപ്പോഴേക്കും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഹൈദരാബാദിലും 1925 സെക്കന്ദരാബാദിലും ശാഖകൾ ആരംഭിച്ചു. 1923 ടാറ്റ ഇൻഡസ്ട്രിയൽ ബാങ്കിനെ ഏറ്റെടുത്തു. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്ചേഞ്ച് ബാങ്കായ സെൻട്രൽ എക്സ്ചേഞ്ച് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതിന് സെൻട്രൽ ബാങ്ക് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 1936 ലണ്ടനിലാണ് ഇത് സ്ഥാപിക്കുന്നത്. 1969 ഇന്ത്യൻ സർക്കാർ ജൂലൈ 19 മറ്റ് 13 ബാങ്കുകൾക്കൊപ്പം ബാങ്കിനെയും നാഷണലൈസ് ചെയ്തു. 1980കളിൽ ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചതും റോബോട്ടിക് ബാങ്കിങ്ങിലേക്കുള്ള ആദ്യ ചുവടുവയ്പായ മേധ എന്ന റോബോട്ട് ആരംഭിച്ചതും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്നാൽ ബാങ്കിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്ന വിവാദങ്ങൾക്കും കുറവില്ലായിരുന്നു. 1980കളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ലണ്ടനിലെ ശാഖയിൽ നിന്നും ബംഗ്ലാദേശി വ്യാപാരിയായ രാജേന്ദർ സിംഗ് സേത്തിയയ്ക്ക് സംശയാസ്പദമായി വായ്പകൾ നൽകി. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ലണ്ടനിലെ ശാഖ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിച്ചു. 2007 ജൂലൈ 24 ബാങ്ക് വിപണിയിലേക്ക് എത്തുന്നത്. 816 കോടി രൂപ സമാഹരിക്കുന്നതിന്റെ ഭാഗമായി 102 രൂപയാണ് ഇഷ്യൂ വിലയായി തീരുമാനിച്ചത്. തുടർന്ന് ഓഗസ്റ്റ് 21 ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 130 രൂപയിലാണ് ഓഹരി വ്യാപാരം അന്ന് ആരംഭിച്ചത്. പിന്നീട് 2008 ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കനത്ത പ്രതിസന്ധികൾ നേരിട്ടു. 2009 സർക്കാർ ബാങ്കിന് വേണ്ട സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. കോവിഡ് കാലഘട്ടത്തിലും ബാങ്കുമായി ചുറ്റപ്പെട്ട പല വിവാദങ്ങളും ഉയർന്നു വന്നു. RBI കോവിഡ് കാലത്ത് ഓട്ടോമാറ്റിക് മൊറട്ടോറിയം നൽകുന്നതിനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകിയിരുന്നു. താൽക്കാലികമായി ഭവന വായ്പയുടെ EMI എടുത്തു പോകുന്നത് നിർത്തലാക്കുന്നതിനുള്ള നടപടിയാണിത്. എന്നാൽ ഉപഭോക്താക്കളുടെ സമ്മതം കൂടാതെ തന്നെ സെൻട്രൽ ബാങ്ക് ഓട്ടോമാറ്റിക് മൊറട്ടോറിയം നടപ്പിലാക്കി. ബാങ്കിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ വീഴ്ചയായിരുന്നു ഇത്. ബാങ്കിന്റെ ബിസിനസ്സുകൾ പതിയെ കുറഞ്ഞു തുടങ്ങുകയും നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതേ തുടർന്ന് 2017 മുതൽക്ക് RBIയുടെ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷന് കീഴിൽ ബാങ്കിന് നിയന്ത്രണങ്ങൾ വന്നു. ബാങ്കിന്റെ കിട്ടാക്കടം ഉയർന്നു വന്നതോടെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് RBI പോയത്. പിന്നീട് 2022 വരെ വലിയ തുക വായ്പയായി നൽകുന്നതിനോ ഡിവിഡൻഡ് നൽകുന്നതിനോ ഒന്നും തന്നെ ബാങ്കിന് സാധിച്ചിരുന്നില്ല. 5 വർഷ കാലയളവിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും സമ്മർദ്ദത്തിലായി. ബാങ്കിന്റെ ബിസിനസ് ചരിത്രം നോക്കുമ്പോൾ അത്ര ലളിതമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. വിപണിയിലും നിക്ഷേപകർക്കിടയിൽ താല്പര്യം കുറഞ്ഞ ഓഹരിയായി സെൻട്രൽ ബാങ്ക് ഓഫ് ഓഹരികൾ മാറി. ഇത് ബാങ്കിന്റെ ഓഹരികളുടെ വാല്യുവേഷൻ കുറയുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ഓഹരി വില 2007 ശേഷം 181 രൂപ വരെ ഉയരുകയും അവിടെ നിന്ന് തുടർച്ചയായി വിൽപ്പനാ സമ്മർദ്ദം നേരിടുകയും ചെയ്തു. നിലവിൽ സെൻട്രൽ ബാങ്കിന്റെ ഓഹരികൾ ബുക്ക് വാല്യൂവിന്റെ 0.9 മടങ്ങാണ് വ്യാപാരം ചെയ്യുന്നത്. അതായത് ബാങ്കിന്റെ ബുക്ക് വാല്യൂ 100 രൂപയാണെങ്കിൽ 90 രൂപയ്ക്ക് നമുക്ക് ഓഹരി ലഭ്യമാകുമെന്നർത്ഥം. ബുക്ക് വാല്യൂ കുറയുന്നതിന് പല കാരണങ്ങളുണ്ടായേക്കാം. ചിലപ്പോൾ കിട്ടാക്കടം ഉയർന്നത് ബുക്ക് വാല്യൂവിൽ പ്രതിഫലിച്ചേക്കാം. സെൻട്രൽ ബാങ്കിന്റെ കാര്യത്തിൽ നിക്ഷേപകർക്കിടയിൽ വലിയ മതിപ്പില്ലാത്തതും ബുക്ക് വാല്യൂ കുറയുന്നതിലേക്ക് നയിച്ചു. ബാങ്കിന്റെ ഫൈനാൻഷ്യൽ പ്രകടനം മെച്ചപ്പെട്ടോ എന്നുകൂടി പരിശോധിക്കാം. ബാങ്കിന്റെ വായ്പ വാർഷികാടിസ്ഥാനത്തിൽ 17.7% വളർച്ചയാണ് ഇത്തവണ കൈവരിച്ചത്. റീറ്റെയിൽ ഒപ്പം തന്നെ കോർപ്പറേറ്റ് വായ്പകൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അറ്റപലിശ മാർജിനിൽ ഇപ്പോഴും സമ്മർദ്ദം നേരിടുന്നുണ്ട്. നിഷ്ക്രിയ ആസ്തി 0.69% നിന്നും 0.48% കുറയ്ക്കാൻ സാധിച്ചു. പ്രൊവിഷൻ 47% കുറഞ്ഞു. റിട്ടേൺ ഓൺ അസറ്റ് 1.01% തുടരുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ബാങ്കിന്റെ വായ്പാ വളർച്ച 14 മുതൽ 16% വരെ കൈവരിക്കുമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. അറ്റ പലിശ മാർജിൻ 3% തുടരുന്നുണ്ട്. അറ്റ നിഷ്ക്രിയ ആസ്തി 0.45% ശ്രമം.
കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് 2.83 ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് റിപ്പോർട്ട് ചെയ്തത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇത് 3.2 ലക്ഷം കോടി രൂപയായി ഉയർത്താനാണ് ശ്രമം. സെപ്റ്റംബർ പാദമായപ്പോഴേക്കും 2.86 ലക്ഷം കോടി രൂപയുടെ വായ്പ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഓഹരിയുടെ PE 7.7 മടങ്ങായാണ് തുടരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി 7 മുതൽ 25 മടങ്ങിനുള്ളിലാണ് വ്യാപാരം ചെയ്യുന്നത്. മറ്റ് പല പൊതുമേഖലാ ബാങ്കുകളെ വെച്ച് നോക്കുമ്പോൾ ആകർഷകമായ വാല്യുവേഷനാണ് ബാങ്ക് തുടരുന്നത്. ഇന്ന് 37 രൂപ നിലവാരത്തിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത്. പൊതുമേഖലാ സ്ഥാപനമായിരുന്നിട്ടും 114 വർഷത്തെ ചരിത്രം ഉണ്ടായിരുന്നിട്ടും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ആരെയും അതിശയിപ്പിക്കുന്ന ബിസിനസ് ചരിത്രം ആയിരുന്നില്ല ഉണ്ടായത്. എങ്കിലും ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവിന്റെ സൂചനകൾ നമുക്ക് ഫൈനാൻഷ്യൽ പ്രകടനത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഓഹരി വിപണിയിലും ഒരു പക്ഷേ ഓഹരിയിലും അത്തരമൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബാങ്കിനെ കുറിച്ചും ഓഹരിയുടെ പ്രകടനത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏതായാലും മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി വീണ്ടും കാണാം.